ഹലോ എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലന്റ് ടെക്നിക്കൽ. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. നമ്മൾ കഴിഞ്ഞ കുറെ PSC എക്സാമുകളായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ഒരു 1-2 മാർക്കിന് വരുന്ന ഒരു ഏരിയ ആണ് ഈ എയർപോർട്ട് എഞ്ചിനീയറിംഗ് അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് പൊതുവെ ആ ഒരു സിലബസ് കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ടൊക്കെ PSC കൊടുക്കാറുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ചെറിയ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓൾറെഡി പല ആൾക്കാരും പഠിച്ചതായിരിക്കാം, അതുപോലെ ഇനി പഠിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു നല്ലൊരു പ്രോബിലിറ്റി ഉണ്ട്. ആ ഒരു മാർക്ക് 2 മാർക്കാണ് പൊതുവെ എയർപോർട്ടിനകത്ത് നിന്ന് മാക്സിമം വരാറുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ആ 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് റൺവേ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കറക്ഷന്റെ ഒക്കെ ഒരു കേസാണ്. അപ്പൊ റീസെന്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ നമ്മളോട് വെച്ച ആ ഒരു എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ ഈ പറയുന്ന കറക്ഷന്റെ പെർസെന്റേജ് വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചെറിയ ചെറിയ ന്യൂമറിക്കൽസ് നമുക്ക് പൊതുവെ PSC ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു ചെറിയ സമയം കൊണ്ട് ആ ഒരു മാർക്ക് ഉറപ്പിക്കാനുള്ള ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം ആ ഒരു എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടെമ്പറേച്ചേഴ്സിന്റെ കേസ്, അതുപോലെ നമ്മൾ അവിടെ പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എലിവേഷന്റെ കേസും അതുപോലെ ആ ഒരു ഗ്രേഡിയന്റെ കേസ് ആണെന്ന് പറയാം അല്ലെ. നമ്മൾ യൂഷ്വലി അസ്യൂം ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബേസിക് റൺവേ ലെങ്ത്തിന്റെ കേസിൽ എയർപോർട്ടിന്റെ എലിവേഷൻ എന്ന് പറയുന്നത് മീൻ സീ ലെവലിലാണ്. അതായത് കംപ്ലീറ്റ്ലി അല്ലെ മീൻ സീ ലെവൽ, അതായത് 0 എലിവേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഒരു എയർപോർട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ICAO ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു റെക്കമെൻഡേഷൻസ് അല്ല അവരുടെ ആ ഒരു എസംഷനിൽ നമ്മൾ പറയുന്നത്. പക്ഷെ നമുക്ക് തന്നെ അറിയാലേ എല്ലാ സ്ഥലത്തും എയർപോർട്ട് ഒരിക്കലും ഒരു മീൻ സീ ലെവലിലായിരിക്കില്ല, പല പല എലിവേഷൻസിലായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു കറക്ഷൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ എന്താണ് ടെമ്പറേച്ചർ, നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത്. നമ്മുടെ എഗെയിൻ അല്ലെ എല്ലാ സ്ഥലത്തും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് അവിടെ ആ ഒരു എസംഷൻ ആണ്. ഇനി നമ്മൾ ആ എലിവേഷന്റെ ബേസിൽ മേളിലോട്ടേക്ക് പോകുന്ന സിറ്റുവേഷനിൽ അവിടെ ആ ടെമ്പറേച്ചറിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ മൂന്നാമത്തെ മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഗ്രേഡിയന്റ് കംപ്ലീറ്റ്ലി ലെവലാണ്. അതായത് അവിടെ ഗ്രേഡിയൻസ് ഒന്നും ഇല്ല അല്ലെ, കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പ്രതലമാണ് അല്ലെങ്കിൽ ആ ഒരു സർഫസ് ആണ് നമ്മളൊരു എയർപോർട്ടിന്റെ ആ ഒരു റൺവേയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെ. സോ ആ ഒരു കേസിൽ ഞാൻ ആദ്യം ഇവിടെ പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് എയർപോർട്ട് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എത്രയാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നമ്മുടെ എന്താണ് ഒരു എയർപോർട്ടിലെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് അണ്ടർ ദി അസംഷൻ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മീൻ സീ ലെവലിലാണ് ആ ഒരു എയർപോർട്ട് അല്ലെ. ഇനി ആ മീൻ സീ ലെവലിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, നമ്മൾ കേരളത്തിന്റെ കേസ് തന്നെ എടുത്താൽ നമ്മുടെ പല എയർപോർട്ട്സ് ആകെ 4 എയർപോർട്ടാണ് അല്ലെ. അതില് എന്താണ് കണ്ണൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൊച്ചിയോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ പോയി കഴിഞ്ഞാൽ പൊതുവെ ആ ഒരു ട്രിവാൻഡ്രം അതുപോലെ കൊച്ചിയൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി സമുദ്രനിരപ്പിൽ നിന്ന് അത്ര വലിയ ഉയരത്തിലല്ല അല്ലെ. അതേ സമയത്ത് കോഴിക്കോട് മണലൊക്കെ നോക്കിയാൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഹൈറ്റിലാണ്. സോ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കറക്ഷൻസ് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവുക ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവല് 15 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എഗെയിൻ പറയുന്നു എലിവേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഒരു സർഫസ് അല്ലെ, നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മേളിലോട്ടേക്ക് പോകുമ്പോഴെന്താണ് ടെമ്പറേച്ചർ റിഡക്ഷൻ ആണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ ക്ലൗഡ് ഒക്കെ ഫോം ആവുന്നത് അല്ലെ. വാട്ടർ വേപ്പർ മേളിലോട്ടേക്ക് പോകുന്നു, ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു ക്ലൗഡിന്റെ ഫോർമേഷൻ ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, നമ്മൾ മേളിലോട്ടേക്ക് പോകുന്ന സിറ്റുവേഷനിൽ അവിടെ എന്താണ് ആ ടെമ്പറേച്ചർ റിഡക്ഷൻ ഉണ്ട്. ഇനി ആ ടെമ്പറേച്ചർ റെഡ്യൂസ് ആവുന്നതുകൊണ്ട് നമ്മൾ അവിടെ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് മൈനസ് എന്താണ് 0.0065 ഡിഗ്രി സെൽഷ്യസ് ആണ് പെർ മീറ്റർ എലിവേഷൻ. ഓരോ മീറ്റർ നമ്മൾ മേളിലോട്ടേക്ക് പോകുന്നതും എന്താണ് ഒരു ഒരു ഫോൾ ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0.0065 ആണ് അല്ലെ. സോ ഒരു 100 ഡിഗ്രി മേളിലോട്ട് പോയാൽ ഈ വാല്യൂ 0.0065 into 100 വരും. 0.65 ഡിഗ്രി സെൽഷ്യസിന്റെ ഒരു വ്യത്യാസം അവിടെ വന്നു. അതായത് നമ്മള് 15ന്റെ അത് ഞാൻ ജസ്റ്റ് ആ എക്സാമ്പിൾ എഴുതാം. സോ 100 മീറ്റർ എലിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് വിൽ ബി 15 പ്ലസ് മൈനസ് 0.0065 into 100 വരും അല്ലെ. സോ അതുകൊണ്ട് 15 മൈനസ് 0.65. സോ അവിടെ 14.35 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മൾ അവിടെ പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ.
ഇനി അതേപോലെ ഒരു 1000 മീറ്റേഴ്സ് ആണെങ്കിൽ, ഒരു 1000 മീറ്റർ എലിവേഷൻ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഈ പറയുന്ന 15 മൈനസ് 0.0065 ഇൻറ്റു എലിവേഷൻ 1000 അല്ലെ ഇൻറ്റു 1000 വരും. ഒരു മീറ്ററിലാണ് ഈ പറയുന്ന 0.0065 വ്യത്യാസം വരും. അപ്പൊ 1000 മീറ്റർ ആകുമ്പോൾ അത് ഇൻറ്റു 1000. സോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 മൈനസ് 6.5 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 8.5 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിന്റെ വാല്യൂ വളരെ വളരെ കുറഞ്ഞു അല്ലെ. 15 നിന്ന് 8.5 ആയി. ഒരു 1000 മീറ്റർ എലിവേഷനിൽ എത്തിയപ്പോഴത്തേക്ക് അത് 8.5 ആയി. ഇതിന്റെ അകത്ത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ഒരു എലിവേഷൻ ഇത്രയാണെങ്കിൽ അവിടെയുള്ള സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിന്റെ ഓപ്ഷൻ 50 എന്നുള്ളൊരു വാല്യൂടെ കണ്ടാൽ നേരെ അതിൽ പോയി കുത്തരുത്. എലിവേഷനിലുള്ള ഡിഫറൻസിൽ അല്ലെ ആ ഒരു എന്താണ് എലിവേഷൻ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന കേസ്. എന്താണ് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 15 മൈനസ് 0.0065 ഇൻറ്റു എലിവേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ്, ഇത് നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ് അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഓരോ എല്ലാ നാട്ടിലുള്ള ആ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻസും നമ്മുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസും സെയിം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ സൈറ്റ് കണ്ടീഷൻസിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ആ ഒരു എയർപോർട്ടിന്റെ അകത്തുള്ള സൈറ്റ് ടെമ്പറേച്ചർ, 8 സൈറ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്താണ് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അകത്താണ് നമ്മുടെ PSC ഇപ്പൊ റീസെന്റ് നടന്നിട്ടുള്ള എക്സാംസിന് എന്താണ് ഒരു എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കി എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു 8 സൈറ്റിൽ അല്ലെ ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിലുള്ള ആക്ച്വൽ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് കണ്ടീഷൻസിന്റെ ബേസിൽ നമ്മൾ പറയുന്ന ആ ഒരു ടെമ്പറേച്ചർ ആണ് ഈ പറയുന്ന എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ. ഇനി അതിന്റെ ഇക്വേഷൻ നോക്കിയേ TA പ്ലസ് TM മൈനസ് TA/3 അല്ലെ. ഇവിടെ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമേ ഉള്ളൂ. എന്താണ് ഈ TA, എന്താണ് ഈ TM അല്ലെ. അതിൽ TA എന്താണ്? TA is the monthly mean of average daily temperature for the hottest month of the year അല്ലെ. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? മന്ത്ലി മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ ആണ് ഫോർ ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ. അതായത് ആ ഒരു നമ്മൾക്ക് ഒരു 12 മാസങ്ങളുണ്ട്. അപ്പൊ ആ മാസത്തിലെ ഏറ്റവും ഹോട്ടസ്റ്റ് മന്ത് അല്ലെ ഞാനപ്പോ എസ്യൂം ചെയ്യുന്നു നമ്മളെ എന്താണ് മെയ് മാസമാണ് ഒരു ഹോട്ടസ്റ്റ് മന്ത് ഞാൻ എസ്യൂം ചെയ്യുന്നു. സോ ആ കേസില് നമുക്ക് എന്താണ് പൊതുവെ നമ്മൾ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്, ഇന്നത്തെ കൂടിയ താപനില ഇത്രയാണ്, കുറഞ്ഞ താപനില ഇന്ന സ്ഥലത്ത് കൊച്ചിയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെ. സോ കൂടിയ താപനില ഇത്ര, കുറഞ്ഞ താപനില ഇത്ര അല്ലെ. സോ കൂടിയ താപനില ഞാൻ പറയുന്ന ഒരു 41 ഡിഗ്രി 1-ാം തീയതി അല്ലെ. അതുപോലെ 2-ാം തീയതി അതൊരു 42 ഡിഗ്രി. അതുപോലെ എന്താണ് കുറഞ്ഞ താപനില ഒരു 24, 25. അതുപോലെ ആവറേജ് ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ. സോ ആവറേജ് ടെമ്പറേച്ചറിന്റെ വാല്യൂ ഞാൻ ഇവിടെ ഒരു 33, 32 അങ്ങനെ ഈ ഒരു എൻറ്റയർ മാസം ആ 31 മെയ് ആകുന്ന 31 ദിവസം ഉണ്ട്. സോ ആ 31 ഡേയ്സിന്റെ ആ ഒരു ഡാറ്റ എന്തായാലും ഉണ്ട് അല്ലെ, ഹോട്ടസ്റ്റ് മന്തിന്റെ ആണ്. ഇനി അവിടെ നമ്മൾ എന്താണ് ഈ ഹയസ്റ്റ് ടെമ്പറേച്ചർ അല്ലെ. സോ ഈ ഹയസ്റ്റ് അല്ലെങ്കിൽ എന്താണ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചറിന്റെ ആ ഒരു ആവറേജ് എടുക്കുക. ആ 31 ദിവസത്തെ ടെമ്പറേച്ചർ കൂട്ടുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ചെയ്താല് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ ആണ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ TM മന്ത്ലി മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ. ഇനി അതുപോലെ എന്താണ് ആവറേജ് ടെമ്പറേച്ചേഴ്സിന്റെ എന്താണ് അതിന്റെ ആവറേജ് ആണ്, അതിന്റെ മീൻ ആണെങ്കിൽ നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ പറയുന്ന TA വാല്യൂ അല്ലെ. സോ ഇറ്റ് ഈസ് ദ മന്ത്ലി മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ ഫോർ ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ. സോ നമുക്ക് പൊതുവെ ക്വസ്റ്റ്യൻ അത് ഡയറക്ട്ലി തന്നിട്ടുണ്ടാവും. നമുക്ക് PSCക്ക് തന്ന കാര്യം അത് തന്നെയായിരുന്നു. ആ 2 വാല്യൂസും ഡയറക്റ്റ്ലി തന്നു. അതിന്റെ ബേസിസിൽ ജസ്റ്റ് ആ ART കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതായത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു IASന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അല്ലെ ഇപ്പൊ പഠിച്ച ആ ഒരു ഐഡിയ ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ PSC ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ IASൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. സോ എന്താണ് മന്ത്ലി മീൻ ഓഫ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ ആൻഡ് മന്ത്ലി മീൻ ഓഫ് ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ ആർ 49 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 40 ഡിഗ്രി സെൽഷ്യസ്. സോ ഇവിടെ TA വാല്യൂ എത്രയാണ്? ആവറേജ് അല്ലെ. So the monthly mean of maximum daily temperature, monthly mean of average daily temperature. So average daily temperature second 40 degree Celsius. അതുപോലെ മന്ത്ലി മീൻ ആ ഒരു ഓർഡറിൽ മന്ത്ലി മീൻ എന്ന് പറയുന്നത് 40, മന്ത്ലി അല്ല മാക്സിമം അല്ലെ, മാക്സിമം ടെമ്പറേച്ചേഴ്സിന്റെ മീൻ എന്ന് പറയുന്നത് 14. സോ നിങ്ങൾ ജസ്റ്റ് ARTന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ART ഈസ് ഈക്വൽ ടു എന്താണ് TA പ്ലസ് TM മൈനസ് TA/3 അല്ലെ. സോ അതുകൊണ്ട് തന്നെ ARTന്റെ വാല്യൂ എന്ത് കിട്ടും? ART ഈസ് ഈക്വൽ ടു 40 പ്ലസ് 49 മൈനസ് 40 ഡിവൈഡഡ് ബൈ 3 കിട്ടി.
സോ 49 മൈനസ് 40 എന്ന് പറയുന്നത് 9 ആണ്, ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 3 കിട്ടും അല്ലെ. സോ 40 പ്ലസ് 3 കിട്ടും. സോ 43 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണല്ലേ. ഇതിന്റെ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ പണ്ട് പഠിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോക്കി നോക്കി. ഇനി ഭാവിയിൽ ഇതേ ക്വസ്റ്റിനെ റിപ്പീറ്റ് ചെയ്തിട്ട് ആ വാല്യൂസ് ഒക്കെ മാറ്റിയിട്ട് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ അത് വിട്ട് കളയരുത്. ഉറപ്പായിട്ടും ആ ഒരു 1 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇനി നമ്മൾ ഈ പറയുന്ന എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും അതുപോലെ എന്താണ് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചറും പറഞ്ഞു അല്ലെ. എലിവേഷൻ മാറുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ആ 15 മൈനസ് 0.0065 ഇൻറ്റു ആ ഒരു എലിവേഷൻ, അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. അതുപോലെ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എക്സ് സൈറ്റ് ടെമ്പറേച്ചർ അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, അതായത് നമ്മൾ ഇനി കറക്ഷൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ. ഞാൻ ആദ്യം തന്നെ ഇത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഇതിന് ശേഷം നമ്മൾ ആ ഒരു കറക്ഷൻ ആ ഒരു ഓർഡറിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ റൈസ് ഇൻ ടെമ്പറേച്ചർ ആ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിന്റെ അകത്ത് നിന്ന് എത്രത്തോളമാണ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള റൈസ് ഇൻ ടെമ്പറേച്ചർ അല്ലെ, അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ മൈനസ് എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ എലിവേഷൻ, അതാണ് ASTE എന്ന് പറഞ്ഞത്. സോ എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ എലിവേഷൻ, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. അതുപോലെ ART എന്താണ് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ, ആ ഒരു സൈറ്റിലുള്ള ആ ഒരു ടെമ്പറേച്ചർ. സോ ഇൻ കേസ് നിങ്ങൾക്ക് സപ്പോസ് നമുക്ക് 15 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, അതുപോലെ എന്താണ് മീൻ സീ ലെവലിലാണ് അല്ലെ. സോ ആ കേസിൽ 15 ഡിഗ്രി തന്നെ വരും. അതുപോലെ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ 20 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിട്ട് ആ ഒരു 20 ഡിഗ്രിയാണ് അവിടെയുള്ള ART കിട്ടിയത്. സോ അവിടെയുള്ള ആ ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് ART മൈനസ് AST ആണ്. സോ അതുകൊണ്ട് അവിടെ എന്ത് വരും 20 മൈനസ് 15 വരും അല്ലെ. സോ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു കറക്ഷൻ അവിടെ ആ ഒരു വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാം. സോ റൈസ് ഇൻ ടെമ്പറേച്ചറിന്റെ വാല്യൂ അതാണ്. ഇനി നമുക്ക് നമ്മുടെ കറക്ഷനിലേക്ക് പോവാം. സോ ബേസിക് റൺവേ ലെങ്ത് കറക്ഷന്റെ കേസ്, അപ്പൊ നമ്മൾ ഓൾറെഡി പല പല ഡീറ്റെയിൽസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ICAO പല റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ആ ഒരു കണ്ടീഷൻസിന്റെ ബേസിൽ ബേസിക് റൺവേ ലെങ്ത് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. സോ സപ്പോസ് ഞാൻ എടുത്ത വാല്യൂ ഒരു 1000 ആണ്. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബേസിക് റൺവേ ലെങ്ത് അല്ലെ. ബേസിക് റൺവേ ലെങ്ത് ഞാൻ BRL എഴുതുന്നു. സോ ബേസിക് റൺവേ ലെങ്ത്തിന്റെ വാല്യൂ 1000 മീറ്റേഴ്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് എലിവേഷൻ കറക്ഷൻ, ഇത് എവിടെയാണ് മീൻ സീ ലെവലിലാണ് ഈ ഒരു കൺസിഡറേഷൻ അല്ലെ. ബേസിക് റൺവേ ലെങ്ത് നമ്മുടെ മീൻ സീ ലെവലിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഇനി എലിവേഷൻ കൂടുന്ന സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു എല്ലാ സിറ്റുവേഷനിലും നമുക്ക് എന്താണ് മീൻ സീ ലെവലിലല്ല ആ ഒരു എയർപോർട്ട് ഉണ്ടാവുക അല്ലെ. ആ പല പല എലിവേഷൻസിലായിരിക്കും നമ്മൾ ആ ഒരു എയർപോർട്ട് കൺസിഡർ ചെയ്യും. സോ ഇനി അങ്ങനെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു കറക്ഷൻ കൊടുക്കുക എന്നുള്ളത്. സോ ബേസിക്കലി വരുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹൈറ്റ് കൂടുന്നതിന് എന്താണ് അവിടെയുള്ള ആ ഒരു പ്രഷർ ഡിഫറൻസ് ഒക്കെ കാരണം ആ ഒരു എയർക്രാഫ്റ്റിനുള്ള ഡ്രിഫ്റ്റ് ആ ഫ്രിക്ഷൻ കുറച്ചും കൂടി കുറവായതുകൊണ്ട് കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്താലേ ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എലിവേഷൻസിലേക്ക് പോകുമ്പോൾ ആ ഒരു ബേസിക് റൺവേ ലെങ്തിലെ പൊതുവെ എന്താണ് ഒരു ഇൻക്രീസ് ആണ് വരിക. സോ കറക്ഷൻ എപ്പോഴും നമ്മളല്ലേ ഒരു ആഡിറ്റീവ് ആയിട്ടാണ് വരിക. സോ ഈ 1000 മീറ്ററിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കണം നമ്മൾ പറയുന്ന കുറച്ചൊരു എലിവേഷനിലുള്ള ആ ഒരു എന്താണ് റൺവേ ലെങ്ത് അല്ലെ. അപ്പൊ അതില് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. എന്താണ് ICAO റെക്കമെൻഡ്സ് ദാറ്റ് ബേസിക് റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 7% അല്ലെ. ആ 7% ഓർത്ത് വെക്കുക. 7% ഫോർ എവറി 300 മീറ്റർ റൈസ് ഇൻ എലിവേഷൻ. സോ എലിവേഷൻ ഒരു 300 മീറ്റർ അല്ലെ. 300 മീറ്റർ കൂടുന്നതിന് നമ്മൾ 7% ഇൻക്രീസ് ആ ഒരു റൺവേ ലെങ്ത്തിന് കൊടുക്കണം. സോ അതായത് ഇപ്പം എന്താണ് ഈ 1000 മീറ്റർ ആണ് ബേസിക് റൺവേ ലെങ്ത് എങ്കിൽ അല്ലെ. സോ 7% ഒരു 300 മീറ്റർ എലിവേഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ എന്താണ് 7% ഓഫ് 1000 എന്ന് പറയുന്ന വാല്യൂ നമ്മളിവിടെ ആഡ് ചെയ്യണം അല്ലെ. സോ അതായത് അവിടെ 7% ഓഫ് 1000 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 70 വരും അല്ലെ. സോ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1070 1000 പ്ലസ് ആ ഒരു 70 ആ ഒരു 1070 ആയിരിക്കും നമ്മുടെ കറക്റ്റഡ് റൺവേ ലെങ്ത്. സോ ആ ഒരു ഐഡിയ അവിടെ പറഞ്ഞു. സോ ഇനി എന്താണ് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ, അതായത് നമ്മൾ 7% ഫോർ 300 മീറ്റർ റൈസ് ആയതുകൊണ്ട് അല്ലെ 1% ഇത് തൽക്കാലം ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. സോ 1% എന്താണ് ഫോർ അല്ല 1% അല്ല. സോ ഫോർ എവറി 1 മീറ്റർ റൈസിന്റെ കേസിൽ സോ 1 മീറ്റർ റൈസിന്റെ കേസിൽ 7/300% വരും അല്ലെ. ഇനി അതുപോലെ എലിവേഷന്റെ വാല്യൂ ഒരു H ആണെങ്കിൽ H മീറ്റർ റൈസ് ആണെങ്കിൽ 7/300 ഇൻറ്റു ആ H% അല്ലെ. അത്രയാണ് അവിടെ വരുന്ന ആ ഒരു
എന്നാണ് നമ്മൾ പറയുന്ന ആ ഒരു എലിവേഷൻ കറക്ഷൻ. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ആക്കി എഴുതിയിട്ടുള്ളത്. കറക്ഷൻ ഫോർ എലിവേഷൻ എന്ന് പറയുന്നത് 7/100 7% അല്ലെ ആ ഒരു ബേസിക് റൺവേ ലെങ്ത് ഇൻടു എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ എലിവേഷൻ അല്ലെ എച്ച് വാല്യൂ ഡിവൈഡഡ് ബൈ 300. നിങ്ങൾ അതുപോലെ വേണമെങ്കിൽ ആ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഓർഡർ 300 മീറ്റർ റൈസിന് 7%, അതുകൊണ്ട് 1 മീറ്ററിന് 7/300%. സോ അതുകൊണ്ട് ഒരു 1000 മീറ്റർ ആണ് അല്ലെങ്കിൽ ഒരു 500 മീറ്റർ ആണെങ്കിൽ ആ 7/3000 ഇൻടു ഈ പറയുന്ന ആ ഒരു എലിവേഷൻ അല്ലെ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെയുള്ള ആക്ച്വൽ കറക്ഷൻ കിട്ടും. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക, നമ്മുടെ എന്താണ് ആ ഒരു ബേസിക് റൺവേ ലെങ്തുമായിട്ട് ആഡ് ചെയ്യുക അല്ലെ. സോ അതാണ് നമ്മൾ അവിടെ പറയുന്ന ആ ഒരു ഐഡിയ. ഇനി മെയിൻ ആയിട്ട് ചില കേസിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് അവിടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ബേസിക് റൺവേ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുന്ന എലിവേഷൻ കറക്ഷൻ എത്ര, 7% ഫോർ എവറി 300 മീറ്റർ, 7% ഫോർ എവറി 100 മീറ്റർ, 7% ഫോർ എവറി 500 മീറ്റർ, അങ്ങനെ പല പല ഓപ്ഷൻസ് വരും. സോ അതിനകത്ത് 7% ഫോർ എവറി 300 മീറ്റർ ആണ് നമ്മൾ പറയുന്ന ആ ഒരു കറക്ഷൻ അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ കറക്ഷൻ ആണ്. അപ്പൊ ടെമ്പറേച്ചർ കറക്ഷന്റെ കേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ആ എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്തു അല്ലെ. 1000 എന്ന് പറയുന്ന ആ ഒരു ബേസിക് റൺവേ ലെങ്ത് ആയിരുന്നു. അതിൽ 70 മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ 300 മീറ്റർ എലിവേഷൻ ആണല്ലോ എസംഷനില് അല്ലെ. 1070 മീറ്റർ എന്ന് പറയുന്ന ആ ഒരു കറക്റ്റഡ് വാല്യൂ ഇവിടെ എത്തിച്ചു. ഇനി ഈ 1070 മീറ്റർ ആ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു വാല്യൂവിന്റെ അകത്താണ് നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം ആദ്യം ഓർത്ത് വെക്കുക. സോ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ടെമ്പറേച്ചർ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു അല്ലെ നമ്മുടെ ആ ഇനീഷ്യൽ വാല്യൂ അല്ല, ബേസിക് റൺവേ ലെങ്ത് അല്ല, നമ്മുടെ എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പൊതുവെ നമ്മളൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ ഒരു ഓർഡറിൽ ചോദിക്കില്ല. ചിലപ്പോൾ നമ്മളോട് പറയും എന്താണ് ഓൾറെഡി എന്താണ് എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ഇതാണ്, ഇതിന്റെ അകത്ത് ഇനി വരാൻ പോകുന്ന കറക്ഷൻ എത്രയാണ് അല്ലെ. അങ്ങനെയൊക്കെയാണ് നമുക്ക് പൊതുവെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരിക. യൂഷ്വലി ആ ഇൻഡിവിജ്വൽ ആയിട്ട് ഇതർ എലിവേഷൻ കറക്ഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കറക്ഷൻ, അതല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആ ഒരു ഗ്രേഡിയൻ കറക്ഷൻ ആണ് പൊതുവെ ചോദിക്കുക അല്ലെ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പറയുന്നത് എന്താണ് ആസ് പെർ ICAO ബേസിക് റൺവേ ലെങ്ത് ആഫ്റ്റർ കറക്ഷൻ ഫോർ എലിവേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം അല്ലെ, should be further increase at the rate of 1% for every 1 degree Celsius rise. അപ്പൊ നമ്മൾ ഓൾറെഡി അവിടെ എന്താണ് എയർപോർട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ എലിവേഷൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു സൈറ്റിലുള്ള എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ. സോ ART മൈനസ് ASTE ചെയ്യുക. സോ അതാണ് നമ്മൾ ഈ പറഞ്ഞ റൈസിൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ARTന്റെ വാല്യൂ 20 കിട്ടി അല്ലെ, ASTന്റെ വാല്യൂ 15 തന്നെയാണെന്ന് വിചാരിക്കും അല്ലെ. സോ 15 ആണെങ്കിൽ അവിടെ വരുന്ന എന്താണ് റൈസിൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ, 5 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇവിടെ പറയുന്നുണ്ട് എന്താണ് ദ കറക്ഷൻ ഷുഡ് ബി അല്ലെങ്കിൽ എന്താണ് ദ ബേസിക് റൺവേ ലെങ്ത് ഷുഡ് ബി ഫർദർ ഇൻക്രീസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 1% ഫോർ എവറി 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് അല്ലെ. 1 ഡിഗ്രി സെൽഷ്യസ് റൈസിന് 1% ഇൻക്രീസ് വേണം. സോ ഈ കേസിൽ 5 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് അവിടെ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് 5% ഇൻക്രീസ് വരും അല്ലെ. സോ ഈ ഒരു കേസിൽ 5% ഇൻക്രീസ് വരും. സോ 1070 ആണ് നമ്മൾ ഇനീഷ്യലി അവിടെ പറയുന്ന ആ ഒരു ലെങ്ത്. സോ 1070ന്റെ 5% ആണ് നമ്മൾ പറയുന്ന ആ ഒരു കറക്ഷൻ. സോ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ. സോ 1070ന്റെ 5% എന്ന് പറയുമ്പം ഏകദേശം എത്രയാണ്, ഒരു 53.5 എന്ന് പറയുന്ന വാല്യൂന്റെ അടുത്ത് വരും അല്ലെ. സോ ആ ഒരു വാല്യൂ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ പറഞ്ഞാണ്. സോ ആ ഒരു വാല്യൂ കൂടി ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് കറക്റ്റഡ് ലെങ്ത് അല്ലെ, കറക്റ്റഡ് ബേസിക് റൺവേ ലെങ്ത് ആഫ്റ്റർ എലിവേഷൻ കറക്ഷൻ. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ചെക്ക് ഉണ്ട്, അത് ഡയറക്ട്ലി ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിക്കാറുണ്ട്, നമ്മുടെ കമ്പൈൻഡ് ടെമ്പറേച്ചർ ആൻഡ് എലിവേഷൻ കറക്ഷൻ എത്രയാണെന്നുള്ളത്. സോ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് എലിവേഷൻ കറക്ഷൻ അപ്ലൈ ചെയ്തു, ആ എലിവേഷൻ കറക്ഷന്റെ മേളിൽ എന്താണ് ടെമ്പറേച്ചർ കറക്ഷന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ആ ടെമ്പറേച്ചർ കറക്ഷന്റെ വാല്യൂ കൂടി നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം കമ്പൈൻഡ്ലി ആ ഒരു എഫക്ട് നോക്കുക. സോ സപ്പോസ് നമ്മൾ ഇനീഷ്യലി 1000 എടുത്തു അല്ലെ, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 2 കറക്ഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയ വാല്യൂ ഒരു 1400 ആണെന്ന് വിചാരിക്കാം. സോ അവിടെ എന്താണ് ഒരു 40%, 1400 എന്ന് പറയുന്നത് 1000ന്റെ അകത്ത് ഒരു 40% ഇൻക്രീസ് ആണ് അല്ലെ. സോ 40% ഇൻക്രീസ് വന്നാൽ നമ്മളൊരു ചെക്ക് ചെയ്യുക എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഫോർ കറക്ഷൻ ഫോർ കമ്പൈൻഡ് എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 35%. 35%-നേക്കാളും കൂടാൻ പാടില്ല. സോ ഇവിടെ ആ 1400 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ അത് 40% ആയി. സോ ആ കേസിൽ 35% എന്ന് പറയുമ്പോൾ 1000ന്റെ 35% 350 ആണ്
അല്ലെ. സോ 1035% 350 ആയതുകൊണ്ട് 1350 കൂടാൻ പാടില്ല. സോ അത് ലിമിറ്റ് ചെയ്യുക. 1400 ആണെങ്കിൽ 1400 ലിമിറ്റ് ചെയ്യും, 1350 ലിമിറ്റ് ചെയ്യുക. സോ അതാണ് അവിടെ ചെയ്യുന്ന ആ ഒരു കാര്യം. സോ എന്താണ് ആ ഒരു ചെക്ക് നമ്മൾ അവിടെ ചെയ്യാം. ഇൻ കേസ് 35% താഴെയാണ് അല്ലെ, 1350 താഴെയാണ് നമ്മുടെ വാല്യൂ എങ്കിൽ പിന്നെ അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. 1350 തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 1300 ആണെങ്കിൽ 1300 നിങ്ങൾ കീപ്പ് ചെയ്യുക. സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു കറക്ഷൻ. സോ ഈ വാല്യൂ ഓർത്ത് വെക്കുക. കമ്പൈൻഡ് കറക്ഷൻ എന്ന് പറയുന്നത് 35% ആണ്. ഇനി ലാസ്റ്റ് കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയന്റ് കറക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രേഡിയന്റ് എന്താണ് ലെവലാണ്, ഗ്രേഡിയൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ യൂഷ്വലി ഡ്രെയിനേജ് കൺസിഡറേഷൻ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ഒരു എന്തായാലും ഒരു എന്താണ് ചെറിയൊരു ഗ്രേഡിയന്റ് ഒക്കെ എന്തായാലും കൊടുക്കും അല്ലെ. സോ അതിന്റെ ബേസിൽ പറയുന്നതാണ് ഫോർ എവറി 1% ഇഫക്റ്റീവ് ഗ്രേഡിയന്റ് റൺവേ ലെങ്ത് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 20%. സോ സപ്പോസ് 1300 ആണ് നമ്മൾ നേരത്തെ പറയുന്ന ആ ഒരു വാല്യൂ, നമ്മുടെ ടെമ്പറേച്ചർ കറക്ഷനും നമ്മുടെ എന്താണ് എലിവേഷൻ കറക്ഷൻ അപ്ലൈ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1300 ആണെന്ന് വിചാരിക്കാം അല്ലെ. സോ അതിൽ 1% ഇഫക്റ്റീവ് ഗ്രേഡിയന്റ് ആ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1% ഇഫക്റ്റീവ് ഗ്രേഡിയന്റിന്റെ കേസിൽ നമ്മൾ പറയുന്നത് 20% ഓഫ് ആ ഒരു ലെങ്ത് അല്ലെ, അതാണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ ഒരു കറക്ഷൻ. സോ 20% ഓഫ് 1300 260 മീറ്റേഴ്സ് വരും അല്ലെ. സോ അത്രയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇൻ കേസ് 0.5% ആണ് എഫക്റ്റീവ് ഗ്രേഡിയന്റ് എങ്കിൽ ആ 20%ന്റെ 0.5, സോ 10% ആയിരിക്കും ആ കേസിൽ നമ്മൾ പറയുന്ന ആ ഒരു കറക്ഷൻ. ആ ഒരു ഓർഡറിൽ നിങ്ങൾ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. സോ ഇത്രയാണ് ആ കറക്ഷന്റെ കേസ്. സോ ഇതിനകത്ത് പൊതുവേ ആ എലിവേഷൻ കറക്ഷൻസിന്റെ ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാതെ. അതുപോലെ ART, അതുപോലെ നമ്മൾ പറഞ്ഞ ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ കാര്യമായിട്ട് നോക്കി വെക്കുക. ടെമ്പറേച്ചർ കറക്ഷൻസും അതുപോലെ എന്താണ് നമ്മുടെ ആ ഗ്രേഡിയന്റ് കറക്ഷനും ഒക്കെ ഒന്ന് കാര്യമായിട്ട് നോക്കി വെക്കുക. സോ ഇത് അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ എയർപോർട്ട് എഞ്ചിനീയറിംഗിന്റെ അകത്തുള്ള എന്താണ് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതകൾ കൂടുതലുള്ള ഒരു ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഇത് തന്നെയാണ്. സോ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഫ്രെയിം ചെയ്യപ്പെടുക അല്ലെ. അതുകൊണ്ട് നിങ്ങൾ ഈ കറക്ഷന്റെ കേസും അതുപോലെ ആ ART ASTന്റെ ആ ഒരു ടോപ്പിക് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി വെക്കുക. അപ്പം നമ്മുടെ എന്താണ് LSCD AE എക്സാംസിന്റെ ഭാഗമായിട്ട് അല്ലെ, ജൂലൈ 8 എക്സാം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ബാച്ച് റണ്ണിംഗ് ആണ്. വെറും എന്താണ് 999 രൂപ മുതൽ ബാച്ചസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് ഉണ്ട്. മുൻകാല PSC ക്വസ്റ്റ്യൻസ്, IAS ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ചാണ്. അതുപോലെ നമ്മൾ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് അല്ലെ കാര്യമായിട്ട് അങ്ങ് കയറി എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി LSCD AE ക്രാഷ് ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. 4,999 rupees ആണ് അല്ലെ. സോ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് മോർ ദാൻ 700+ അവേഴ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അതുപോലെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ലൈവ് ക്ലാസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് ക്ലാസ്സും കൂടെ അതിന്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് കാര്യമായിട്ട് ഒന്ന് സ്പീഡപ്പ് ചെയ്യുക. നമുക്ക് ഉറപ്പായിട്ട് നല്ല റാങ്കോട് കൂടി ആ ഒരു LSCD AE കസേരയിലേക്ക് കയറി ഇരിക്കേണ്ടതൊക്കെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുക. നമുക്ക് ഉറപ്പായിട്ടും പഠിച്ച് നല്ല റാങ്കോട് കൂടി മുന്നോട്ട് പോവാം. ഓക്കെ, ഞാൻ ഈ ഡിസ്കഷൻ ഇവിടെ എൻഡ് ചെയ്യുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ.